ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു കിറ്റായിട്ടാണ്. ഈ കിറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കിറ്റിൻ്റെ റേറ്റാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഹെയർ ബാൻഡ്സും അല്ലെങ്കിൽ ഇപ്പം മാല അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുള്ള കോംബോ സെറ്റുകളാണ് നമ്മൾ കൂടുതലായിട്ടും കിറ്റുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ സെൻറ്റർ ക്ലിപ്പുകൾ അങ്ങനെ കിറ്റുകളിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അതുപോലെ ബേബി ഹെഡ് ബാൻഡ്സ് അതും നമ്മളിങ്ങനെ കിറ്റുകളിൽ ഇതുവരെ അങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെൻറ്റർ ക്ലിപ്പും അതിൻ്റെ പെയർ ചെയ്യാനുള്ള അലിഗേറ്ററും പിന്നെ ബേബി ഹെഡ് ബാൻഡ്സും ആണ് കേട്ടോ. നമ്മൾ ഓരോ ഐറ്റവും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഒരു കിറ്റായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഒരു കിറ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കിറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഐഡിയ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ടും ഇതുവരെ തന്നിട്ടുള്ള ആ ഒരു സ്നേഹമൊക്കെ ഇതിൻ്റെ അതുകൊണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതുപോലുള്ള മറ്റു കിറ്റുകളും കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിറ്റിലുള്ള ഐറ്റംസിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ 2 സെൻറ്റർ ക്ലിപ്പാണ് വെക്കുന്നത്. അത് ഒന്ന് ഗോൾഡും ഒന്ന് സിൽവറുമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ സിൽവർ, ഗോൾഡ്, കോപ്പർ ഇങ്ങനെ 3 ഷെയ്ഡ്സ് ആണുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമ്മൾ തരുന്നതായിരിക്കും. ഇപ്പോൾ 2 ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല 2 സിൽവറാണ് വേണ്ടതെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തത് നമുക്കിതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 അലിഗേറ്ററാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യത്തെ സെറ്റ് ചെയ്യുന്നത് ഞാനിവിടെ സിൽവറിന് വേണ്ടിയിട്ട് മാച്ച് ചെയ്ത് സിൽവർ സ്റ്റോൺ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോൾഡൻ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഗോൾഡനായിട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ. സിൽവർ സ്റ്റോൺ ഷീറ്റ് നമ്മൾ സെൻറ്റർ ക്ലിപ്പിനും അതുപോലെ അലിഗേറ്ററിനും വേണ്ടുന്ന ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ 2 ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് സ്റ്റോൺ ഷീറ്റ്. പക്ഷേ ഇത് നമുക്കൊരു 3 ലെയർ എടുക്കുമ്പോഴാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുക കേട്ടോ. അപ്പോൾ കണ്ടോ, 3 ലെയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 ലെയർ സ്റ്റോണിൻ്റെ വിഡ്ത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ സെൻറ്റർ ക്ലിപ്പിനും അലിഗേറ്റേഴ്സിനും ഉള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലുള്ള ചെറിയ ചെറിയ ബട്ടർഫ്ലൈസ് ആണ്. 5 ബട്ടർഫ്ലൈ ആണ് വയ്ക്കുന്നത്. അതായത് സെൻറ്റർ ക്ലിപ്പിൽ 3 എണ്ണം, അതുപോലെ അലിഗേറ്റേഴ്സിൽ ഓരോന്ന് വീതം. അത് ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനത് ജസ്റ്റ് ട്രയൽ ചെയ്തത് കാണിക്കാം. ഇങ്ങനെയാണ് കേട്ടോ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ബട്ടർഫ്ലൈ ഞാൻ നടുക്കാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി അതിൻ്റെ ഇടയിലായിട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ അതൊക്കെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ മെറ്റീരിയൽസ് വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതിൽ നമ്മൾ ചെയ്യുന്ന അടുത്ത സെൻറ്റർ ക്ലിപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള കപ്പ് ഫ്ലവേഴ്സ് ആണ്. കപ്പ് ഫ്ലവേഴ്സ് നമ്മൾ ടിയാരയൊക്കെ ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മോം ആൻഡ് ഡോട്ടർ കോംബോയിൽ നമുക്ക് ക്ലിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ സെൻറ്റർ ക്ലിപ്പും 2 അലിഗേറ്റേഴ്സ് ഇതുപോലെ ഈ രീതിയിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സെൻറ്റർ ക്ലിപ്പിനും ആ ഒരു ഫ്ലവേഴ്സിനും ഒക്കെ നല്ല രീതിയിലുള്ള എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ ഇത്തരത്തിലുള്ളൊരു കിറ്റിലേക്ക് കിറ്റിനെ കുറിച്ച് ചിന്തിക്കാനുള്ളൊരു പ്രേരണ ആയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു അടുത്ത ക്ലിപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ അടുത്തൊരു ക്ലിപ്പ് കോംബോ ചെയ്യുന്നതും ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെയാണ്. ഈ ഫ്ലവറിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കളറായിട്ട് ഒറ്റൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് നമ്മളിതുപോലെ ഗോൾഡൻ കളറിലെ ബീഡ്സ് സെൻറ്ററിൽ വെച്ചിട്ടും ചെയ്യാറുണ്ട്, ഹാഫ് ബീഡ്സും സെൻറ്ററിൽ വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കിറ്റ് ഓർഡർ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് വൈറ്റ് ബീഡ് വേണോ അല്ലെങ്കിൽ ഹാഫ് ബീഡ് വേണോ ഗോൾഡൻ ബീഡ് വേണോ എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. അടുത്ത ഐറ്റം ഇതുപോലുള്ള ബേബി ഹെഡ് ബാൻഡ്സ് ആണ്. വീതിയുള്ള ടൈപ്പാണ് കേട്ടോ. പിന്നെ ഈ വീതിയുള്ള ഹെഡ് ബാൻഡ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിയോണി ഫ്ലവർ ഒരെണ്ണം വെക്കുന്നുണ്ട്. മാച്ചിങ് കളറായിരിക്കും വെക്കുന്നുണ്ടാവുക. 2 ലീഫ് വെക്കുന്നുണ്ട് ഗ്രീൻ കളറിൽ. അതുപോലെ തന്നെ നമ്മളിതിൽ വയ്ക്കുന്നത് നമ്മുടെ ജെറാനിയം ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ജെറാനിയം ഫ്ലവേഴ്സിന് 2 ഇതുപോലുള്ള കുഞ്ഞ് ഫ്ലവേഴ്സ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ വയ്ക്കാൻ പാകത്തിൽ 2 കുഞ്ഞ് ഫ്ലവേഴ്സും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. 2 സെൻറ്റർ ക്ലിപ്പും 4 അലിഗേറ്റർ ക്ലിപ്പും പിയോണി ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഹെഡ് ബാൻഡും ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ തരുന്നത്. ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റേറ്റ് എന്ന് പറയുന്നത് 99 രൂപ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യണം എന്നുള്ളവർ വേഗം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക കേട്ടോ, മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഈ കിറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ
ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.